ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് HCA ഫാമിലി റിയൂണിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ സ്പൗസ് വിസയിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസും ആണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഒത്തിരി പേര് അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് സ്പൗസ് വിസയിൽ വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ എന്നും ചോദിച്ചു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അതോ ശരിക്കും പണിയാണോ എന്നുള്ളത്. എന്തായാലും നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോകാം. മെയ് 15 കൂടി കുറച്ച് ചേഞ്ചസ് സ്പൗസ് വിസയിൽ വന്നിട്ടുണ്ട്. നേരത്തെ ചില എംപ്ലോയ്മെന്റ് പെർമിറ്റ്സുകാർക്ക് സ്റ്റാമ്പ് 3 വിസ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അവരുടെ സ്പൗസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്പൗസിനൊന്നും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് പെർമിറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. വർക്ക് പെർമിറ്റ് ഇല്ലാതെ ആർക്കും വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പ്രോബ്ലം സോൾവ് ആയെന്ന് തന്നെ പറയാം. സ്റ്റാമ്പ് 3 വിസയ്ക്ക് പകരം ഇപ്പൊ സ്റ്റാമ്പ് 1G വിസയാണ്. ഇപ്പൊ പ്രസന്റ്ലി സ്റ്റാമ്പ് 3 നിൽക്കുന്നവർക്കും ഇങ്ങോട്ട് വരാനായിട്ടുള്ള പേപ്പർ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരും, അതായത് സ്റ്റാമ്പ് 3 വിസയിൽ വരാനായിട്ട് ഇരിക്കുന്നവർക്കും എല്ലാം സ്റ്റാമ്പ് 1G വിസ ആയിരിക്കും ഇനി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നോർമലി സ്റ്റാമ്പ് 1G വിസക്കാർ ചെയ്യുന്ന പോലെ തന്നെ വന്ന് ജോലിയൊക്കെ കണ്ടെത്തി വർക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം ആർക്കൊക്കെയാണ് സ്റ്റാമ്പ് 1G വിസ കിട്ടുന്നത്. A spouse or partner of a general employment permit or intra-corporate transfer permit holder. A spouse or partner of a critical skill employment permit holder or researcher on a hosting agreement. A spouse or partner of a non-consultant hospital doctor on a multi-site general employment permit. Your spouse or partner previously held one of the above and is now on stamp for permission. Your spouse or partner has been issued a reactivation employment permit for a GEP, ICT or CSEP employment permit. You have been granted permission to reside in Ireland under the non-EA family reunification policy. You are legally resident in the state on a valid stamp 3. You wish to engage in employment in Ireland. You are a non-EU, EA or UK or Swiss national. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് ഇതിന് അർഹതയില്ലാത്തവര് എന്നും കൂടി നോക്കാം. All other family members other than spouses or partners of employment permit hosting agreement or intra-corporate transfer permit holders. A spouse or partner of an employment permit hosting agreement or intra-corporate transfer permit holder who is present in the state on a different type of permission such as visitor conditions or stamp 2. A spouse or partner of an employment permit hosting agreement or intra-corporate transfer permit holder who does not have permission to be in the state. Stamp 3 holders who have been issued Stamp 3 permission for other reasons and are not spouses or partners of an employment permit hosting agreement or intra-corporate transfer permit holder. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഈ മെയ് 15 തന്നെ ഈ ഒരു അനൗൺസ്മെന്റിനൊക്കെ ശേഷം മൈഗ്രന്റ് വർക്കേഴ്സ്, അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സും അതുപോലെ വന്നിട്ടുള്ള മൈഗ്രന്റ് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി. ഒരു പ്രതിഷേധ റാലി എന്ന് പറയാം. അതിലെ മെയിൻ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഫാമിലി റീയൂണിഫിക്കേഷൻ പോസിബിൾ ആകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ റാലി അവരവിടെ നടത്തിയത്. സോ ഇതില് ഒത്തിരി പേര് പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. We are appealing with all our hearts to Minister Helen McEntee as a mother herself to remove the barriers separating us from our families. I am a carer myself. I take care of families, elderly relatives. I want to care for my family here too. It is so hard to return to an empty home at the end of our duty shift. Yes. Of course. I would love nothing more than to see my kids every day. To help them with their homework. So share a meal as a family. All of us together. Myself, my husband and my kids. I should not be forced to choose between providing for my family and being with them.
It is a heartbreaking not having my family here. സോ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവരുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയോട് കൂടി ജീവിക്കണം. ചിലർക്ക് 3, 4, 5 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അനുമതി കിട്ടണം. അതാണ് അവരുടെ ആവശ്യം. സ്പൗസിനെ മാത്രം കൊണ്ടുവന്നാൽ പോരല്ലോ, പിള്ളേരും വേണ്ടേ. ഇപ്പോഴത്തെ പ്രസന്റ് റൂൾ അനുസരിച്ചും അതേപോലെ തന്നെ അവരുടെ സാലറി വെച്ചും ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആനുവൽ സാലറി 30,000 യൂറോയിൽ താഴെയുള്ളവർ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 30,000 മുകളിലോട്ട് ആനുവൽ ഇൻകം വന്നിട്ടുള്ളവർക്കും അവർക്ക് ഹസ്ബൻഡിനെ മാത്രമേ കൊണ്ടുവരാനായിട്ട് പോസിബിൾ ആകത്തുള്ളൂ. ഓരോ കുട്ടികൾക്കും അനുസരിച്ച് സാലറി കൂടുതൽ വേണം. അതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വിവരണം നേരത്തെ വീഡിയോയിൽ തന്നിട്ടുണ്ട്. ഓരോരോ കുട്ടികൾക്ക് എത്ര സാലറി വെച്ചാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പം അതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കും. അതേപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസം കഴിഞ്ഞിട്ടേ ഇവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്പൗസിനെ കൊണ്ടുവരാനായിട്ടുള്ളത്. ഇനി ഫോർവേഡ് ചെയ്താലും ഇതിന്റെ പ്രോസസ്സിംഗ് വീണ്ടും ഒരു 12 മാസം കൂടെ എടുക്കും. അങ്ങനെ തന്നെ 2 വർഷം പോയി കിട്ടും. ഇനി പ്രോസസ്സിംഗ് നടന്നാലും പലരുടെയും വിസ ആപ്ലിക്കേഷൻ സക്സസ് ആകണമെന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പലരുടെയും വിസ റിജക്റ്റ് ആകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഇവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അവര് ചോദിക്കുന്ന കാര്യം, ഇങ്ങനെ 7 ഇയേഴ്സോളം അവർ വെയിറ്റ് ചെയ്യണോ? കാരണം അത്രയാവും ഇവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ. സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ കൊണ്ടുവരുന്നുണ്ട്, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുവരെ ഇവർ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും നാൾ അവര് ഫാമിലിയെ ഇല്ലാതെ ഇവിടെ ജീവിക്കണോ? അങ്ങനെയൊക്കെയാണ് അവരുടെ ക്വസ്റ്റ്യൻ. അത് ശരിക്കും ന്യായമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിൽ ഇത്രയും ഇത് വലിച്ചഴിച്ച് ഈ ഒരു ഇഷ്യൂ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഇവരൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനൊരു ഡിസിഷൻ ഇവർ ഉടനെ ഉണ്ടാക്കും. അങ്ങനെ ഒരു നല്ലൊരു ഡിസിഷൻ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒത്തിരി പേര് സ്റ്റിൽ അയർലൻഡിലേക്ക് ഇതുപോലെ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയിൽ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് സെറ്റിലായി ജീവിക്കുക എന്നുള്ളതാണ്. സോ അത് പോസിബിൾ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.